ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് അവസാനിച്ചതിന് ശേഷമുള്ള കണക്കുകൾ പുറത്തു വരുമ്പോഴുള്ളത്. ഒന്ന്, ഏതാണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് വോട്ടിങ്ങിൻ്റെ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വോട്ടിങ്ങിൻ്റെ പെർസെൻറ്റേജും ഏതാണ്ട് 1,40,000 വോട്ട് എന്നുള്ള നിലയിലേക്കായിരിക്കും അവസാനവട്ട കണക്കുകൾ വരുമ്പോൾ. ഏതാണ്ട് അതിനോടടുത്ത് നിൽക്കുന്ന ചില ചെറിയ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകുന്ന നിലയിൽ ഏതാണ്ട് 1,40,000 പ്ലസ് വോട്ടായിരിക്കും പോൾ ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ കണക്കാക്കുന്നത്. ഇപ്പം അങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ തവണ BJPക്ക് നിർത്താവുന്ന ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ ഒരു മെട്രോമാൻ എന്നൊക്കെയുള്ള നിലയിൽ വലിയ അംഗീകാരമുണ്ടായിരുന്ന ഒരാളെയാണ് BJP സ്ഥാനാർത്ഥിയാക്കിയത്. BJP സ്ഥാനാർത്ഥിക്ക് ആ തിരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് ഒരു കാരണവശാലും ഈ തിരഞ്ഞെടുപ്പിൽ കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന, ഇപ്പോൾ നിലവിൽ രാജിവെച്ചിരുന്ന വടകരയുടെ MP, അദ്ദേഹത്തിന് പാലക്കാട് കിട്ടിയിരുന്ന വോട്ട് നിലവിൽ മത്സരിക്കുന്ന ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനും ലഭിക്കും എന്ന് കരുതുക ഒരു മൗഢ്യമായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ രണ്ട് നിലയിലും വോട്ടുകൾ വലിയ നിലയിൽ ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും കുറയുകയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ച സരിനാകട്ടെ മികച്ച നിലയിൽ തന്നെ പാലക്കാട് നഗരത്തിൽ എപ്പോഴും അങ്ങനെയുള്ള ഒരു വിദ്യാസമ്പന്നനായിട്ടുള്ള ആളുകൾക്കൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ ജനങ്ങൾ അങ്ങനെയെല്ലാം നോക്കിയാണ് വോട്ട് ചെയ്യാറുള്ളത്. സാധാരണ മുൻ തിരഞ്ഞെടുപ്പുകൾ നമ്മൾ നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ നിലയിലുമുള്ള വോട്ടുകൾ സമാഹരിക്കുന്നതിന് സരിന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഡോക്ടർ എന്നുള്ള നിലയിലുള്ള ഡോക്ടർ എന്ന നിലയിലുള്ളൊരു അംഗീകാരം, അതുപോലെ തന്നെ സിവിൽ സർവീസ് രാജിവെച്ചു എന്ന നിലയിലുള്ളൊരു അംഗീകാരം, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ വിട പറഞ്ഞു വന്നു എന്നുള്ളത്, കോൺഗ്രസിനകത്തുള്ള അസംതൃപ്തി, BJPക്കകത്തുള്ള അസംതൃപ്തി, ഇതെല്ലാം സരിൻ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. സ്വാഭാവികമായും ഈ എല്ലാ ഘടകങ്ങളും കൂടി ഒത്തുചേരുമ്പോൾ ഇടതുപക്ഷത്തിന് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ. 2006 നിതിൻ കടിച്ചേരി നിങ്ങൾ അവസാനമായി പാലക്കാട് ജയിക്കുന്നത് എന്ന വസ്തുതയുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ അടക്കം നിങ്ങളുടെ വോട്ടിംഗ് നില വളരെ കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് ഇനി നമുക്ക് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു പോവാം. ഈ പോളിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റി ഏരിയയിൽ വിചാരിച്ച പോളിംഗ് ഉണ്ട്, പക്ഷെ പിരായിരി പോലെയുള്ള പഞ്ചായത്തുകളിൽ ഉദ്ദേശിച്ച പോളിംഗ് വരുന്നില്ല എന്നുള്ളത് എന്തിന്റെ സൂചനയാണ്? നിങ്ങളിപ്പോൾ ഒരു അടിസ്ഥാനപരമായി കണക്കെടുത്തിട്ടുണ്ടാവുമല്ലോ. ഈ ആരുടെ വോട്ടാണ് മരവിപ്പിക്കപ്പെട്ടത്? ഇപ്പോൾ കണ്ണാടിയിലായിരുന്നല്ലോ താങ്കൾക്ക് ചാർജ് ഉണ്ടായിരുന്നത്. സ്വന്തം ചിഹ്നത്തിലല്ലാത്ത സ്ഥാനാർത്ഥി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ വോട്ടുകൾ ഫ്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് പാലക്കാട് നഗരത്തിൽ കഴിഞ്ഞ തവണ BJPക്കുണ്ടായിരുന്ന വലിയ ഭൂരിപക്ഷത്തെ മറികടക്കുന്നതിന് കോൺഗ്രസിനെ സഹായിച്ചത് പിരായിരി പഞ്ചായത്തിൽ അവർക്ക് കിട്ടിയിട്ടുള്ള വലിയ ഭൂരിപക്ഷമായിരുന്നു. ആ വലിയ ഭൂരിപക്ഷം കൊണ്ടാണ് യഥാർത്ഥത്തിൽ പാലക്കാട് നഗരത്തിലെ ഭൂരിപക്ഷത്തെ, അല്ലെങ്കിൽ BJPക്കുണ്ടായിരുന്ന മേൽക്കൈയെ കോൺഗ്രസ് മറികടക്കുക ഉണ്ടായത്. മാത്രമല്ല മറ്റ് രണ്ട് പഞ്ചായത്തുകൾ, ഈ പിരായിരി ഉൾപ്പെടെയുള്ള പഞ്ചായത്ത്, പിരായിരി, കണ്ണാടി, മാത്തൂർ തുടങ്ങിയിട്ടുള്ള 3 പഞ്ചായത്തിലും BJPക്ക് വളരെ ദുർബലമായിട്ടുള്ള വോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കിട്ടിയിരുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് ചെറിയ വോട്ടുകൾക്കാണെങ്കിലും ഏതാണ്ട് 3000 സംതിങ് വോട്ടുകൾക്ക് വിജയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞത്. ഇത്തവണ പിരായിരി പഞ്ചായത്തിൽ വലിയ രൂപത്തിൽ വോട്ടുകൾ, അല്ലെങ്കിൽ പോളിംഗിലേക്ക് കുറവ് വന്നു എന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് UDFന് വലിയ മേൽക്കൈയുള്ള 6000-ഓ അതിനപ്പുറമോ ഒക്കെ വോട്ട് ഭൂരിപക്ഷം നൽകിയേക്കാവുന്ന ഒരു പഞ്ചായത്തിനകത്ത് UDFൻ്റെ വോട്ടുകൾ വലിയ രൂപത്തിൽ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ പറഞ്ഞതുപോലെ കോൺഗ്രസിനകത്തുള്ള വലിയ അസംതൃപ്തിയും, അതുപോലെ തന്നെ UDFനകത്തും ഇപ്പോൾ സമീപ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളിലൊക്കെ UDFനൊപ്പം നിന്നിരുന്ന ജനവിഭാഗത്തിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചില എതിർപ്പുമൊക്കെ അതിന് കാരണമായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. കണ്ണാടി പഞ്ചായത്തിലും മാത്തൂർ പഞ്ചായത്തിലുമെല്ലാം കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള വോട്ട് തന്നെയാണ് പെർസെൻറ്റേജിൽ കുറവ് കാണിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ വോട്ടിൻ്റെ ഒരു വർധനവ് പൊതുവിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 1,94,000-ന് പുറത്താണ് ഇപ്പോൾ വോട്ടർ പട്ടികകൾ. നേരത്തെ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് അത്രയും വോട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ വ്യത്യാസം കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച്. പക്ഷേ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെട്ടിട്ടുള്ള എണ്ണം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലും പോൾ ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഇതുവരെയുള്ള ഏതാണ്ട് ആ ഒരു പാറ്റേണിലേക്ക് എത്തുന്നുണ്ട്. 1,40,000 പരിസരത്തേക്ക് ടോട്ടൽ വോട്ടുകൾ എത്താനുള്ള ഞങ്ങൾക്ക് മേൽക്കൈയുള്ള പഞ്ചായത്തിൽ പറഞ്ഞോളൂ.
അല്ല, അഭിലാഷ് ഞാൻ ഒന്ന് പൂർത്തിയായിക്കോട്ടെ. അഭിലാഷ് പറഞ്ഞൊരു സാഹചര്യത്തിലേക്ക് അത് എത്തില്ല. ഞങ്ങൾ സംഘടനാപരമായി ഞങ്ങൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസക്കാലമായി ഞങ്ങൾ നടത്തിയിട്ടുള്ള വലിയ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വലിയ മികവാർന്ന ഒരു പ്രവർത്തനവും ജനങ്ങൾക്കിടയിൽ അംഗീകാരവുമാണ് സരിനുണ്ടായിട്ടുള്ളത്. ഒരു നിലയിലും ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളുടെ ഇടതുപക്ഷത്തിൻ്റെ മോശം സാഹചര്യത്തിലാണല്ലോ ഈ വോട്ടുകൾ, അല്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പറയുന്നത് പോലെ 3ാം സ്ഥാനത്തേക്ക് പോയി എന്ന് പറയുന്നത്. ഇപ്പോൾ ആ സാഹചര്യത്തിലല്ല തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ രാഷ്ട്രീയ സാഹചര്യവും ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യം മുതൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഘടകങ്ങളായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ അഭിലാഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, മാധ്യമപ്രവർത്തകരോട് വന്നിട്ടുള്ള ആളുകൾക്കറിയാം, ഈ മണ്ഡലത്തിൽ ഉയർന്ന എല്ലാ ചർച്ചകളും, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുയർന്ന എല്ലാ ചർച്ചകളും ഇടതുപക്ഷത്തിന് സഹായകരമായിട്ടുള്ള നിലയിലാണ് ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്, അതുപോലെ തന്നെ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ ഒക്കെയാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കും എന്നുള്ളതാണ് LDF-ന്റെ പ്രതീക്ഷ.